ഈ പറയുന്ന മീറ്റുമായിട്ടും ബഫലോമായിട്ടും ബീഫുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇന്ത്യയിൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ ബിസിനസ് നടന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ളവരാണ്. അപ്പം അവരെ ഉദ്ദേശിച്ച ആ ബിസിനസ് തട്ടിയെടുക്കാൻ വേണ്ടി ഒരു ഹിന്ദുത്വ ബജരാങ് ദൾ കാണിച്ച സംഭവമാണ് ബീഫ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സ് കൂടെ കയറി അങ്ങ് പോയി. കാരണം ഇന്ത്യയിൽ ഒരു കൗ പൊളിറ്റിക്സ് ഉണ്ട്. പിന്നീട് ഈ പറയുന്ന ഉപയോഗശൂന്യം, അതായത് കറവയൊക്കെ പറ്റിയ പശുവാണെങ്കിലും കാളയാണെങ്കിലും ഈ സംഭവം ഗ്രാമത്തിൽ കാണാനില്ല. എവിടെ പോയി ഇതൊക്കെ? ഞാൻ പറയുന്ന എരുമയുടെ കാര്യവും പോത്തിൻ്റെ കാര്യമൊന്നുമല്ല പറയും. പശുവും ഈ സംഭവങ്ങളൊക്കെ എവിടെ പോയി? ഇത് മുഴുവനും ബീഫായിട്ട് കയറിപ്പോയി. അതായത് അറവുശാലകളിൽ കൂടെ ഇത് എക്സ്പോർട്ട് ചെയ്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തായി ചെയ്യുന്നത്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പ്ലാന്റിലല്ല പല പ്ലാന്റിൽ പോയിട്ട് ഞാനിത് കണ്ടിട്ടുണ്ട്. അപ്പം ഇത് ഈ പറയുന്ന മുഴുവനും പച്ചക്കള്ളമാണ്. കാരണം എന്തൊക്കെയോ ലാഭത്തിന് വേണ്ടി ആൾക്കാർക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ കഥകളാണ് ഇതൊക്കെ. ഞാൻ പറയും, BJPയുടെ പല ലീഡേഴ്സും പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മന്ത്രിമാർ പറഞ്ഞിട്ടുണ്ട്, കിരൺ റിജു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ, അദ്ദേഹം ബീഫ് കഴിക്കുന്നയാളാണ്. മനസ്സിലാക്കുക, നോർത്ത് ഈസ്റ്റിൽ ഈ പറയുന്ന അവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ച് അവിടെ എരുമയും പോത്തും ഒന്നുമില്ല, ഈ പറയുന്ന പശു മാത്രമേ പറ്റത്തുള്ളൂ. കാരണം തണുപ്പാണ് ഈ സംഭവം. കാരണം ട്രോപ്പിക്കൽ ക്ലൈമറ്റ് അല്ല ഈ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അവിടെ എവിടെയാണ് ഈ ബഫല്ലോ ഉള്ളത്? അവിടെ ഏറ്റവും കൂടുതൽ പോകുന്ന ബീഫാണ്. കാരണം അവിടുത്തെ ക്ലൈമറ്റിന് ഈ ബീഫ് ആവശ്യമാണ്. കാരണം ശരീരം തണുപ്പ് മാറ്റി ചൂടാകാൻ വേണ്ടി. ഈ പറയുന്ന ആസാമിലില്ലയോ, ഈ പറയുന്ന ബംഗാളിലില്ലേ, അതാ പറയുന്ന പച്ചക്കള്ളം പറഞ്ഞുണ്ടാക്കുവാണ്.